ആലപ്പുഴയിൽ ചമ്പക്കുളത്ത് 45 വയസ്സുകാരന് നേരെ തെരുവുനായ ആക്രമണം ഉണ്ടായിരിക്കുന്നു. ചമ്പക്കുളം സ്വദേശി ടിറ്റോയ്ക്കാണ് തെരുവുനായയുടെ കടിയേറ്റത്. നായയ്ക്ക് പേവിഷബാധ സ്ഥിരീകരിച്ചിട്ടുണ്ട്. ഇവിടെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത് ഈ കടിയേറ്റ ടിറ്റോ തന്നെയാണ് ഈ നായയെ പിടികൂടി പരിശോധനയ്ക്ക് കൊണ്ടുപോയത്. സംഭവത്തിന്റെ CCTV ദൃശ്യങ്ങൾ ഇപ്പോൾ പുറത്തു വന്നിട്ടുണ്ട്. ഷാജഹാൻ കൂടി ചേരുകയാണ് ഇപ്പോൾ വാർത്തയുടെ വിവരങ്ങൾ നൽകാനായി. ഒരിക്കൽ കൂടി ഷാജി, ഈ നായയുടെ കടിയേറ്റ ശേഷം നായയെ പിടിച്ചുകൊണ്ട് പരിശോധനയ്ക്ക് പോയത് കടിയേറ്റ ടിറ്റോ തന്നെയാണ്. ഇപ്പോൾ ഈ നായയ്ക്ക് പേവിഷബാധ സ്ഥിരീകരിച്ചിട്ടുണ്ട് എന്നാണ് ഇപ്പോൾ ലഭ്യമാകുന്ന വിവരങ്ങൾ. മറ്റു കാര്യങ്ങൾ എന്താണ്? തീർച്ചയായിട്ടും മനോ സൂചിപ്പിച്ച പോലെ തന്നെ സാധാരണ നമുക്കറിയാം തെരുവ് നായ എന്നൊക്കെ പറഞ്ഞാൽ അതിന്റെ അക്രമം അത് വന്ന് നമ്മളെ മാന്തി കടിച്ചൊക്കെ പോകുമ്പോൾ നമ്മൾ സ്വാഭാവികമായിട്ടും ഭയന്ന് പകുതി ജീവൻ അപ്പോൾ തന്നെ നഷ്ടപ്പെടുന്ന ഒരു സ്ഥിതിയാണ്. പക്ഷെ നമുക്ക് വളരെ ഈ ധൈര്യത്തോടു കൂടി തന്നെ കടിച്ച നായയെ അവിടെ വെച്ച് തന്നെ അതിനെ പിടികൂടി ആ നായയുടെ പേവിഷബാധ ഉണ്ടോ എന്ന് പരിശോധനയ്ക്ക് ശേഷമാണ് ഇദ്ദേഹം ഇപ്പോൾ ചികിത്സയ്ക്ക് പോയിരിക്കുന്നത്. അദ്ദേഹം ഒരു കായിക അഭ്യാസി കൂടിയാണ്. ഇപ്പോൾ സോഷ്യൽ മീഡിയയിലൊക്കെ തന്നെ ഈ വീഡിയോ പ്രചരിച്ചുകൊണ്ടിരിക്കുകയാണ്. നമുക്കറിയാം സാധാരണഗതിയിൽ ഇങ്ങനെ തെരുവ് നായകളൊക്കെ ഓടി വരുമ്പോൾ നമ്മൾ ഓടി രക്ഷപ്പെടാറാണ് പതിവ്. പക്ഷെ ഓടി വന്ന് തന്നെ കടിച്ച നായ സംഭവ സ്ഥലത്ത് വെച്ച് തന്നെ അതിനെ പിടികൂടുന്ന ദൃശ്യങ്ങളാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ പുറത്തു വന്നതിന് ശേഷം ആ നായയുമായിട്ട് അദ്ദേഹം മൃഗസംരക്ഷണ വകുപ്പിലെത്തുകയും അതിന്റെ പരിശോധനയ്ക്ക് അയക്കുകയും അതിന്റെ പരിശോധനാ ഫലം ഇപ്പോൾ പുറത്തു വന്നിട്ടുണ്ട്. അതിന്റെ പേവിഷബാധയാണെന്ന് സ്ഥിരീകരിച്ചിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ഇയാൾ ഇപ്പോൾ ചികിത്സയിലുമാണ്. കാര്യമായിട്ടുള്ള കുഴപ്പങ്ങളൊന്നുമില്ല എന്നുള്ളതാണ് നമുക്കിപ്പോൾ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. കാരണം അധികം കടിയേൽക്കുന്നതിന് മുൻപ് തന്നെ നായയെ പിടികൂടാൻ ടിറ്റോയ്ക്ക് അവിടെ കഴിഞ്ഞിട്ടുണ്ട് എന്നത് ഏറെ ആശ്വാസകരമായ ഒരു കാര്യം തന്നെയാണ് ഷാജി. തീർച്ചയായിട്ടും ടിറ്റോ ഒരു കായിക അഭ്യാസിയാണ്. അദ്ദേഹം ഏതാണ്ട് കരാട്ട അത്തരത്തിലുള്ള കായിക പരിശീലനമൊക്കെ നടത്തുന്നയാളാണ്. അതുകൊണ്ട് തന്നെയാണ് അദ്ദേഹത്തിന് ഒരു മാനസിക ധൈര്യവും അതോടൊപ്പം തന്നെ അതിനെ പിടികൂടാനും സാധിച്ചത്. വളരെ നമുക്ക് ആ ദൃശ്യങ്ങളിൽ കാണാൻ വളരെ ഈസി ആയിട്ട് അദ്ദേഹം അതിനെ പിടികൂടി കയ്യിൽ വെച്ചിരിക്കുന്നതാണ് നമുക്ക് കാണാൻ സാധിച്ചത്. ഒരു നായ്ക്കുട്ടിയെ പിടിക്കുന്ന പോലെ പിടിച്ചു വെച്ചിരിക്കുകയാണ്. അതിനുശേഷമാണ് ആ നായയെ അദ്ദേഹം പരിശോധനയ്ക്കായിട്ട് കൊണ്ടുപോയത്. ഒപ്പം തന്നെ ഈ പ്രദേശം ഇത്തരത്തിൽ തെരുവുനായയുടെ ഭീഷണി നേരിടുന്ന ഇടം കൂടിയാണോ ഇപ്പോൾ ഈ കടി അദ്ദേഹത്തിന് കിട്ടിയ ഈ സ്ഥലം എന്ന് പറയുന്നത്? തീർച്ചയായിട്ടും നമുക്കറിയാം മനു. കാര്യം ഇപ്പോൾ ജില്ലയുടെ പല ഭാഗത്തും പ്രത്യേകിച്ച് ഈ ജില്ലയുടെ തെക്കൻ മേഖലകളിലൊക്കെ തന്നെ അപ്പർ കുട്ടനാടൻ മേഖലകളിലൊക്കെ തന്നെ തെരുവുനായ്ക്കൾ വ്യാപകമായിട്ടുണ്ട്. അതിന്റെ ഓരോ സംഭവങ്ങളും കഴിഞ്ഞ ദിവസങ്ങളിലും ഇത്തരത്തിൽ തെരുവുനായയുടെ ആക്രമണം വ്യാപകമായിട്ടുണ്ടായിരുന്നു. പക്ഷെ അത് പേവിഷബാധ ഉണ്ടായിരുന്നില്ല. പക്ഷേ ഈ നായ്ക്ക് പേവിഷബാധ ഉണ്ട് എന്നുള്ള സംഭവം സ്ഥലത്ത് വെച്ച് തന്നെ നമുക്ക് സ്ഥിരീകരിക്കാൻ സാധിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അദ്ദേഹം ഇപ്പോൾ ചികിത്സയിലാണ്. ഇത്തരം ഈ ദൃശ്യങ്ങൾ കഴിഞ്ഞ ദിവസമാണ് ഈ സംഭവം ഉണ്ടായതിനു ശേഷം ഈ CCTV ദൃശ്യങ്ങൾ ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വ്യാപകമായിട്ട് പ്രചരിക്കുകയാണ്. കാരണം ഞങ്ങൾക്ക് സൂചിപ്പിച്ചത് തന്നെയാണ്. ഈ തെരുവുനായി വളരെ തന്ത്രപരമായിട്ട് തന്നെ പിടികൂടി അദ്ദേഹം കൊണ്ടുപോകുന്ന ഒരു കാഴ്ച അതാണ് ഇപ്പോൾ CCTV ദൃശ്യങ്ങൾ വ്യാപകമായിട്ട് പ്രചരിക്കുന്നത്. ശരി, ആ ദൃശ്യങ്ങളാണ് ഇപ്പോൾ നമ്മൾ കണ്ടത്. ആ CCTV ദൃശ്യങ്ങളിൽ വളരെ വ്യക്തമാണ്. വളരെ വേഗത്തിൽ ആ നായയെ കീഴടക്കാൻ ടിറ്റോയ്ക്ക് കഴിയുന്നു. അതുകൊണ്ട് തന്നെയാണ് കൂടുതൽ കടിയേൽക്കാതെ അദ്ദേഹത്തിന് രക്ഷപ്പെടാൻ സാധിച്ചത്. നായയെ പിടികൂടി അദ്ദേഹം തന്നെ പരിശോധനയ്ക്ക് കൊണ്ടുപോകുന്നു. പേവിഷബാധ ആ നായയ്ക്ക് സ്ഥിരീകരിച്ചിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ ആരോഗ്യനിലയിൽ കുഴപ്പമൊന്നുമില്ല. വളരെ വേഗത്തിൽ ഇഞ്ചക്ഷനും മറ്റു കാര്യങ്ങളുമൊക്കെ എടുത്ത് ഇപ്പോൾ ആരോഗ്യനില തൃപ്തികരമാണ്. ചികിത്സയിൽ തുടരുന്നു എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. വിവരങ്ങളാണ് ഷാജഹാൻ ആ ദൃശ്യങ്ങളുടെ അടിസ്ഥാനത്തിൽ നമുക്ക് നൽകിയത്.